ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കടുത്ത അനീതിയാണ് നടപ്പിലാക്കുന്നത്. പിന്നിൽ നിന്നും ചരട് വലിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുന്നതാകട്ടെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് തന്നെയാണ്. മാത്രമല്ല, ഇതിനെതിരെ അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ഭൂമിയും ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വയ്ക്കുകയാണ്. എന്നാൽ ഇത്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതിനിടയിലാകട്ടെ മദ്രസകളും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിൽ ഇവർ അനധികൃതമായി ഒന്നും തന്നെ അല്ലെങ്കിൽ അധികൃതർ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് അനധികൃതമായി ഇസ്ലാമിസ്റ്റുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും അടുത്ത 7 ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ നൽകണമെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലാത്ത പക്ഷം രാജ്യത്തെമ്പാടും വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇവർ ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. എല്ലാ ക്ഷേത്ര സ്ഥലങ്ങളുടെയും കൈയേറ്റം 7 ദിവസത്തിനുള്ളിൽ ഒഴിപ്പിച്ചില്ല എങ്കിൽ ഈ മതമൗലിക വർഗീയ സർക്കാരിന്റെ കീഴിൽ ഹിന്ദു സമൂഹം ഒരു പോളിംഗ് സ്റ്റേഷനിലേക്കും പോകില്ല എന്നും ഒരു തിരഞ്ഞെടുപ്പിലും പങ്കെടുക്കില്ല എന്നും എല്ലാ വോട്ടുകളും ബഹിഷ്കരിക്കണമെന്നും അവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ മുഹമ്മദ് യൂനസ് വീണ്ടും സമ്മർദ്ദത്തിലാകും എന്നത് തന്നെയാണ് സൂചകമാക്കുന്നതും. ഹിന്ദുക്കളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നുവെന്നും ഹിന്ദു മെഹാജോട്ട് നേതാക്കൾ ആരോപിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇവർ 18 ഹിന്ദു വീടുകൾ, കടകൾ, മോട്ടോർ സൈക്കിളുകൾ, ഫർണിച്ചറുകൾ എന്നിവ കത്തിച്ചു കളയുകയാണ് ചെയ്തതും. മതത്തെ അപമാനിച്ചതിന്റെ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണങ്ങളും കള്ളക്കേസുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിനടുത്തുള്ള റെയിൽവേ ഭൂമിയിൽ പള്ളി, മദ്രസ, നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അധികാരികളാകട്ടെ അതിലൊന്നും തൊടുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഗിൽഗിത് പ്രദേശത്ത് മതമൗലികവാദികളുടെ ആവശ്യപ്രകാരം സർക്കാർ ഹിന്ദു ക്ഷേത്രം അത് മാത്രമായി തകർത്തുവെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ പല മെമ്പേഴ്സും ഈ ഹിന്ദു സംഘടനയുടെ മെമ്പേഴ്സ് അടക്കം പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധക്കയിൽ ദുർഗാക്ഷേത്രം തകർത്ത സംഭവത്തിൽ അതിനുശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ ശക്തമായ എതിർപ്പ് നേരിടുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഇത്രയും ഇതിനെ ശക്തമായി അപലപിക്കുകയും ഹിന്ദുക്കളെയും അവരുടെ മതസ്ഥലങ്ങളെയും സംരക്ഷിക്കാനുള്ള ഇടക്കാല സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിനെ ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. ധക്കയിലെ ദുർഗാക്ഷേത്രം തകർത്ത സംഭവത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ബംഗ്ലാദേശിനെതിരെ നിർണായകമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളെയും അവരുടെ സ്ഥലങ്ങളെയും എല്ലാം തന്നെ സംരക്ഷിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി. ഇവിടെ എടുത്തു പറയേണ്ടത് നേരത്തെ തന്നെ ഇസ്ലാമിക മതമൗലികവാദികൾ ക്ഷേത്രം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിന് ശേഷം യൂനസ് സർക്കാരിന്റെ ഉദ്ദേശത്തെയും അതുപോലെ കഴിവിനെയും കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. അതേസമയം ക്ഷേത്രം തകർക്കുന്നതിനെതിരെ സനാതന സമൂഹവും ധക്കയിലെ തെരുവുകളിൽ രംഗത്തിറങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ എല്ലാം തന്നെ ധക്ക പ്രസ് ക്ലബിന് പുറത്ത് അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും സർക്കാരിനെതിരെ പരസ്യമായി തന്നെ പ്രക്ഷോഭം അഴിച്ചുവിടുകയും ചെയ്യുന്ന മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.